പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ്റെ സെഗ്മെൻറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജിമ്മി ഉസോയെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ടാമ ടോങ്കയെ ആഡ് ചെയ്ത സോളോ സിക്കോവയുടെ നടപടിയാണ് നമുക്ക് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനിൽ അവസാനമായി കാണാൻ സാധിച്ചത്. ഈ ഒരു ആഴ്ചത്തെ സ്മാക്ഡൗണിൽ എന്ത് തരത്തിലാണ് ബ്ലഡ് ലൈൻ്റെ സെഗ്മെൻറ്റുകൾ നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമായിരുന്നു. ബ്ലഡ് ലൈൻ്റെ ആദ്യ ഭാഗം കാണിക്കുന്നത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ്. അവിടെ ഹെയ്മന് ടാമ ടോങ്ക എന്ന് പറയുന്ന പുതിയ മെമ്പറിനെ സോളോ സിക്കോവ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കെവിൻ ഓവൻസ് ഇന്നത്തെ അറ്റൻഡൻസിൽ ഉണ്ടോ എന്നുള്ളത് ഹെയ്മനോട് ചോദിക്കുന്നുണ്ട്. ഹെയ്മൻ ചെക്ക് ചെയ്യാമെന്നും പറയുന്നുണ്ട്. പിന്നീട് ഗൊറില്ല പൊസിഷനിലേക്ക് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ അവർ കാണിക്കുന്നത് ഹെയ്മന് കെവിൻ ഓവൻസിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, ലോക്കർ റൂമിൽ ഇല്ല എന്നുള്ള ഒരു മറുപടിയാണ് ഹെയ്മൻ സോളോ സിക്കോവയ്ക്ക് കൊടുക്കുന്നത്. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് റിങ്ങിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സോളോയും ഹെയ്മനും കൂടി റിങ്ങിലേക്ക് പോകുന്നു. ആ റിങ്ങിൽ വെച്ച് അവരുടെ ആ ഒരു പ്രൊമോ സെഗ്മെൻറ്റ് ആരംഭിക്കുന്നത് ആ ഒരു റിങ്ങിൽ എത്തിയ സമയം മുതലേ വി വാണ്ട് റോമൻ എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചാൻറ്റ് നമുക്ക് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോളോ സിക്കോവ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഡൊമിനിക്കിനൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ബൂ ആണ് നിലവിൽ സോളോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോളോയുടെ ഈ ഒരു ക്യാരക്ടർ ഒരു വില്ലൻ ടൈപ്പ് അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു. ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് സോളോയുടെ ക്യാരക്ടർ മാറിയിട്ടുണ്ട്. റോമൻ്റെ ഒരു തിരിച്ചുവരവിനും അവർ കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ചോരയിൽ കുളിച്ചു വരുന്ന കെവിൻ ഓവൻസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ടാമ ടോങ്കയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ടാമ ടോങ്ക കെവിൻ ഓവൻസിനെ പിടിച്ചു കൊണ്ടുവന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് സെക്യൂരിറ്റീസൊക്കെ വന്ന് അവരെ പിടിച്ചു മാറ്റുന്നു. പിന്നീട് ടാമ ടോങ്ക റിങ്ങിലേക്ക് വരുന്നു. റിങ്ങിൽ വന്ന് അവർ ആ ബ്ലഡ് ലൈൻ്റെ ആ ഒരു സിമ്പൽ കാണിക്കുന്നുണ്ട്, കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. പിന്നീട് കെവിൻ ഓവൻസ് തിരിച്ചടിക്കാൻ ആ ഒരു സെക്യൂരിറ്റികളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ്, സോളോയും ടാമ ടോങ്കയും ചേർന്ന് കെവിൻ ഓവൻസിനെ ആക്രമിക്കുന്നു. അവസാനം ടാമ ടോങ്ക പോയിട്ട് ഒരു ചെയർ എടുത്ത് ബ്രൂട്ടലായി പിന്നെയും കെവിൻ ഓവൻസിനെ ആക്രമിക്കും എന്ന് നമ്മളെ തോന്നിപ്പിച്ചെങ്കിലും സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ഇടപെട്ടുകൊണ്ട് അത് ഇല്ലാതാക്കുകയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സൈക്കോ ബ്ലഡ് ലൈനെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. സൈക്കോ ആയിട്ടുള്ള ഒരു ടാമ ടോങ്കയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ബ്ലഡിൽ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന കെവിൻ ഓവൻസിനെ പിന്നെയും ബ്രൂട്ടലായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ടാമ ടോങ്കയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടാമ ടോങ്കയെ ഒരു പടിക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നത് സോളോ സിക്കോവയാണെന്ന് നമുക്ക് പറയാം. സോളോയുടെ നിർദ്ദേശങ്ങൾ കൊണ്ട് ടാമ ടോങ്ക അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ആ ഒരു എൻട്രൻസ് റാമ്പിൽ അവർ എൻ്റെ സിമ്പിൾ കാണിച്ചുകൊണ്ട് അവരുടെ സെഗ്മെൻറ്റുകൾ അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം പിന്നെയും ബാക്ക് സ്റ്റേജിലേക്കാണ് പോയത്. ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിക് ഓൾഡിസ് എന്താണ് യഥാർത്ഥത്തിൽ ബാക്ക് സ്റ്റേജിൽ സംഭവിച്ചത് എന്നുള്ളത് പോൾ ഹെയ്മനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാമ ടോങ്കയുടെ കാറ് കെവിൻ ഓവൻസിൻ്റെ കാറിൻ്റെ മേത്ത് കൊണ്ടുപോയി ഇടിച്ചുകൊണ്ട് അവരുടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി. അവിടെ നിന്നാണ് കെവിൻ ഓവൻസിനെ ടാമ ടോങ്ക പിടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ കെവിൻ ഓവൻസ്, ജിമ്മി ഊസോ ഇവരൊക്കെ ഇനി ബ്ലഡ് ലൈൻ്റെ എതിരെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റോറിയാണ് അവർ തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബ്ലഡ് ലൈൻ 2.0 എന്ന് പറയുന്ന ആ പുതിയൊരു ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് അവർ കുറച്ച് അപകടകാരിയാണ്. അവരെ വളരെ സ്ട്രോങ് ആക്കി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സ്മാക്ഡൗണിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റുകളിൽ അവർ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സെഗ്മെൻറ്റുകൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.